ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ചേച്ചി വീണ്ടും വന്നൊരു വീഡിയോ ആയിട്ട്. എന്നെ ചീത്ത പറയുന്നവർക്കും ചീത്ത പറയാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. ഞാൻ യാദൃശ്ചികയിൽ ഒരു പ്രോഗ്രാം കാണാനിടയായി. അത് കണ്ടതെന്ന് പറയുന്നത് എനിക്ക് BJPയുടെ ഒരു നേതാവ് കൃഷ്ണദാസ് സാറിനെ പ്രസംഗമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം BJPയിൽ കുറച്ച് പേരുണ്ട് ആരും അങ്ങനെ ആവശ്യമില്ലാതെ ചീത്ത പറയത്തില്ല. അപ്പോൾ അത് കൃഷ്ണദാസ് സാറ്, O രാജഗോപാൽ സാറ്, നമ്മുടെ ഗവർണർ, മിസോറാം ഗവർണർ ശ്രീധരൻ നായർ സാറ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരൊന്നും ആരും അങ്ങ് അനാവശ്യമായിട്ടൊന്നും പറയത്തില്ല. അപ്പോൾ എനിക്ക് കൃഷ്ണദാസ് സാറിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ വീഡിയോ കണ്ടു. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് പേര് അവിടെ നിൽക്കുക. പക്ഷേ സ്റ്റേജിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, കാണികളായിട്ട് ഒരുപാട് പേരുണ്ട്. എന്നിട്ട് VIP ഇരിക്കാനുള്ള അത് സ്റ്റേജിൽ അവിടെ നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ അത് രണ്ട് ഇതായിട്ട് തിരിച്ചേക്കും. ഒന്ന് മുരളീധരൻ പക്ഷം അങ്ങനെ തിരിച്ചിരിക്കുന്നു, ഒന്ന് സുരേന്ദ്രൻ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ആ ഒരു പറഞ്ഞ സംസ്ഥാന അധ്യക്ഷന് മുരളീധരൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷേ അത് സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ടായിരിക്കും സഹമന്ത്രിമാരുടെ കൂട്ടത്തിലായി ആ ചെയർ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, അപ്പോൾ ഇരിക്കുന്ന കുറേ പേരെന്ന് വെച്ചാൽ നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ കുറേ പേര് ഈ നീളം കുറഞ്ഞ ആൾക്കാർക്ക് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എത്തി നോക്കുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചത് എന്തുമായിരിക്കും ഇങ്ങനെ എത്തി നോക്കുന്നതിനും വല്ല നമ്മളെ ഈ പ്ലോട്ടും ആനയൊക്കെ വരുമ്പോൾ നമ്മൾ എത്തി നോക്കുമല്ലോ, അതുപോലെ ഇവർ എത്തി നോക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാം പുറകിൽ നിന്ന് സ്വാഗതം സ്വാഗതം സുസ്വാഗതം സുരേഷ് ഗോപി സാറെന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നു. അപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ പേര് പറയുമ്പോൾ നല്ല ഗാംഭീര്യത്തോടെയാണ് അവർ വിളിച്ചു പറയുന്നത്. ജോർജ് കുര്യൻ സാറിൻ്റെ പേര് പറയുമ്പോൾ ആ സൗണ്ട് ഇച്ചിരി കുറഞ്ഞു. അങ്ങനെ ഇവർ 2-3 വട്ടം സുരേഷ് സാറിനെ കുറിച്ചും ജോർജ് കുര്യൻ സാറിനെ കുറിച്ചും ഞാൻ വിളിച്ചു സ്വാഗതം പറഞ്ഞുകൊണ്ടേയിരുന്നു. ലാസ്റ്റിൽ വന്നിട്ട് വിചാരിച്ചു, പുറകെ ഒരാളൂടെ വരുന്നല്ലോ, പറഞ്ഞില്ലെങ്കിൽ ഇനി വഴക്കുണ്ടാവുകയും ശരി കെറിക്കുകയും ശരി. എന്താ ഇത് ഇവർ ലാസ്റ്റിൽ വന്ന് സ്വാഗതം സുരേന്ദ്രൻ ജീന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അവിടെ നിന്ന് വരുന്നത് ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ കുനിഞ്ഞു കിടന്ന്, നമ്മളില്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പ്രതിഷ്ഠ അർച്ചന ചെയ്യുമ്പം നമ്മൾ ഭഗവാന്റെ കഥ പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനെ കാണാനായിട്ട് നമ്മളിങ്ങനെ എത്തി നോക്കുമല്ലോ. അപ്പം നമ്മുടെ അടുത്തൊക്കെ നിൽക്കുന്നവരുടെ തല കുറച്ച് ഹൈറ്റുള്ളതാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മളിങ്ങനെ എത്തി ഇങ്ങനെ നോക്കും. അതുപോലെ ഇങ്ങനെ കുറേ പേര് നിന്ന് നോക്കുന്നു. അപ്പോൾ എന്തോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആരാന്നറിയോ? ഇപ്പം 2 സഹമന്ത്രി ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും ഒരേപോലെ സംബോധന ചെയ്യണം. അതിൽ ഒരു മഹാരാജാവ്, ഒരു രാജാവ്, ഒരു മന്ത്രി, 3 പേര് വരുന്നത്. ഇവർ 3 പേരും കൂടെ വന്ന് സ്റ്റേജിൽ കയറുന്നു. അപ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ സുരേഷ് സാറിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങോട്ട് അവർ 3 പേരും 3 ഭാഗത്തോട്ട് പോയി. ആ സുരേന്ദ്രജിയുടെ അവിടെ ഇരിക്കുന്ന ഭാഗത്താണ് മന്ത്രിമാർ സഹമന്ത്രി എല്ലാം ഇരിക്കുന്നത്. അപ്പോഴും കൃഷ്ണദാസ് സാറ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുരേഷ് സാർ ഇവിടെ അങ്ങോട്ട് വന്നിരുന്നിട്ട് അല്ലേ മീശ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് 2 സൈഡിലും അങ്ങനൊരു ഇരുത്ത ഇങ്ങനെ സത്യമായ മഹാരാജാവ് പോലെ തന്നെ. അതുകൊണ്ട് ഞാൻ മഹാരാജാവെന്ന് വിളിച്ചത്. മറ്റേ ജോർജ് കുര്യൻ സാറിന് മഹാരാജാവിൻ്റെ കിരീടമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് രാജാവ്. അപ്പോൾ ഈ പ്രജകളെ കണ്ടുകൊണ്ട് മീശ പിരിക്കണോ സുരേഷ് സാറ്? കാരണം അവരല്ലേ സാറിനെ ജയിപ്പിച്ചത്. ഒരു ഓട്ടം ഉണ്ടായിരുന്നു, ഒരു താമര വിരിച്ചത് അവരല്ലയോ. അപ്പം ഇവരെ കണ്ടുകൊണ്ട് മീശ പിരിക്കണോ? ചിലപ്പോൾ സാറിൻ്റെ ഈ ഓരോ നിറയെ ക്യാരക്ടർ അഭിനയിച്ച ഒരാളല്ലേ, അങ്ങനെയാണ് ഒരു റോളിൻ്റെ ഒരു ഇത് വന്നതായിരിക്കാം. എന്തായാലും മീശ വിരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന്. അപ്പോൾ കൃഷ്ണൻ സാറ് പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, പാലക്കാട് ജയിച്ചത് തൃശ്ശൂർ ജയിച്ചത് മോദിജിയുടെ പ്രഭാവം കൊണ്ടാണോ? ആണോ? ഞാൻ പറയാം അല്ലെന്ന്.
മോദിജിയുടെ പ്രഭാവം കൊണ്ടാണോ സുരേഷ് ഗോപി സാർ ജയിച്ചത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മൊത്തം ജയിക്കട്ടെ. പിന്നെ പറഞ്ഞു സുരേന്ദ്രൻ സാറിന്റെ മികവ് കൊണ്ടാണ് ജയിച്ചെന്ന്. ഇത് രണ്ടും അല്ല. അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രൻജി ജയിക്കണ്ടേ? നമ്മുടെ നരേന്ദ്രമോദിജിക്ക് കഴിഞ്ഞ പ്രാവശ്യം 3 ലക്ഷം വോട്ട് കിട്ടിയതാണ്. ഇപ്രാവശ്യം കുറവല്ലേ? 400 വോട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അന്ന് കുറഞ്ഞല്ലേ കിട്ടിയത്. അപ്പൊ അതൊന്നും അല്ല. പിന്നെ എന്തുവാ? പിന്നെ ജിപേ തൃശ്ശൂരുള്ള ആൾക്കാരുടെ അക്കൗണ്ടിലോട്ട് ജിപേ പോയി. സത്യം പറയാലോ, സുരേഷ് സാറിന്റെ അഭിനയിച്ച കാശ് മൊത്തം ഇതിനകത്തായി. ഒരുപാട് കാശ് പുള്ളിക്ക് ചെലവാക്കേണ്ടി വന്നു. പള്ളിയിൽ പോയി പൈസ കൊടുത്ത് പള്ളിയിൽ അച്ഛനെ എല്ലാം വരുതി കൊണ്ടുവന്നല്ല അവരുടെ വോട്ട് കിട്ടത്തോള്. അപ്പോൾ ആരുടെയും മികവ് കൊണ്ടല്ല, ജിപേ കാരണം. ജിപേയാണ് ഇവിടുത്തെ വില്ലൻ. എല്ലാ പാർട്ടിക്കാരും കൊടുക്കും. അവരാണെങ്കിൽ എന്തോ ഈ നേതാക്കന്മാരുടെ കൈ കൊടുത്തു വിടും. ഈ നേതാക്കൾ എന്തോ ചെയ്യുമെന്നറിയോ? ഒരാൾക്ക് 2000 രൂപ കൊടുക്കാൻ പറയുകയാണെങ്കിൽ 300 രൂപ വോട്ടിടുന്നവർക്ക് കൊടുത്തിട്ട് ബാക്കി അവരുടെ കീശയിലാക്കും. വോട്ട് ഇടാൻ പോകുന്നവർക്ക് കുറച്ച് പൈസ കിട്ടത്തുള്ളൂ. അപ്പോഴാണ് നമ്മുടെ സുരേഷ് സാറ് ജിപേ കണ്ടുപിടിച്ചത്. ജിപേ വഴി എല്ലാവർക്കും കൊടുക്കേണ്ടുന്ന കാശ് എമൗണ്ട് എത്രയായാലും അവരുടെ ബാങ്കിലോട്ട് ചെല്ലും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അയക്കാൻ തുടങ്ങി. അത് വർക്കൗട്ടായി. ആ പ്രയോഗം ഇനി ബാക്കിയുള്ള പാർട്ടിക്കാരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഈ നേരിട്ട് കൊണ്ടു കൊടുക്കുന്നതും ജിപേ വഴി കൊടുക്കുന്നതുകൊണ്ട് വ്യത്യാസമുണ്ടേ. അതുകൊണ്ട് ഞാൻ അടുത്ത ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലേ പാലക്കാട്, അവിടെ ഇപ്പോഴേ അവർ കളി തുടങ്ങി. സുരേഷ് ഗോപി സാറും അനുയായികളും ഈ 2 പാർട്ടിക്കാർ ഉറങ്ങിക്കൊണ്ടിരിക്കുക, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും. അവർക്ക് ഇതുവരെ അവിടുന്ന് എഴുന്നേക്കാൻ സമയമായിട്ടില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലട കുത്തി മണപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവര് തൃശ്ശൂര് എടുത്ത റോള് തന്നെ പാലക്കാട് പയറ്റുന്നത്. സുരേഷ് ഗോപി സാർ പറഞ്ഞു, പാലക്കാട് തന്നാൽ ഞങ്ങളങ്ങ് കേരളം എടുക്കുമെന്ന്. പാലക്കാട് തന്ന കേരളം ഞങ്ങൾ എടുത്ത മാതിരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, ഈ 2 പാർട്ടിക്കാർ ഉറങ്ങിയിരിക്കാതെ എഴുന്നേറ്റിട്ട് സുരേഷ് ഗോപി സാർ അനുയായികൾ ചെയ്യുന്ന അതുപോലെ തന്നെ നിങ്ങളും അതുപോലെയുള്ള ട്രിക്കുകളൊക്കെ പയറ്റിയാൽ നിങ്ങൾക്ക് ജയിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തൃശ്ശൂർ ജയിച്ചതിന് വേറൊരു കാരണമുണ്ട്. ആൾക്കാർ നടൻ എന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഈ വന്ന കാലത്ത് കാശില്ലാണ്ട് ഒരാളുടെ വീടിൻ്റെയും അടുപ്പ് പുകയത്തില്ല. പെൻഷൻ കിട്ടാതെ വന്നപ്പോഴും, മാവേലി സ്റ്റോറുകളിൽ സാധനമില്ലാതെ വന്നപ്പോഴും, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഇല്ലാതെ വന്നപ്പോഴും ആൾക്കാർ നെട്ടോട്ട് ഓടാൻ തുടങ്ങി. ആ ഇടയ്ക്കാണ് സുരേഷ് സാറ് ജിപേയും കൊണ്ടുവന്നത്. അത് അവർക്ക് വലിയൊരു അനുഗ്രഹമായി. അതിപ്പോൾ ഞാനായാലും അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം അവരുടെ വീട് പട്ടിണി മാറ്റിയ അദ്ദേഹത്തിന് എല്ലാവരും കൂടി ജയിപ്പിച്ചു. അതിനകത്ത് കോൺഗ്രസും ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, BJP ഉണ്ട്, എല്ലാവരും ഉണ്ട്. മുസ്ലിങ്ങൾ കാണും, ക്രിസ്ത്യൻസ് കാണും. എല്ലാവരും കൂടെ വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം സുരേഷ് ഗോപി സാറിനെ ജയിപ്പിച്ചത്. പിന്നെ 2 വട്ടം പുള്ളി തോറ്റ്. 3ാമത്തെ വട്ടം നിൽക്കുമ്പോൾ കുറച്ച് അനുകമ്പയും വരും. പിന്നെ പുള്ളി എല്ലായിടവും ചെന്നങ്ങ് സെന്റിമെന്റ്സും കാണിക്കും. തൻ്റെ കുട്ടി മരിച്ചു പോയതിൻ്റെ സെന്റിമെന്റ്സ് അതിൽ പെണ്ണുങ്ങളെല്ലാം അങ്ങ് വീഴും. അപ്പോൾ ഇവരുടെ റോൾ ഇനി ബാക്കിയുള്ള പാർട്ടിക്കാർ എടുക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് പയറ്റി നോക്ക്. അതേപോലെ ഈ വന്ന കാലത്തെ എത്ര പാർട്ടി വിശ്വാസമുള്ളവരായാലും കാശ് കൊടുക്കുന്ന അവിടെ പോവും. പണ്ട് പറഞ്ഞിട്ടില്ലേ, പണത്തിന്റെ മേളിൽ പരുന്തും പറക്കത്തില്ലെന്ന്. ഇപ്പം തൃശ്ശൂരുള്ളൊരു മേയർ കമ്മ്യൂണിസ്റ്റിന്റെ ആയിരുന്നു. അതിലെ തവള ചാടുന്നോണം ചാടിയില്ലേ? കാശ് കിട്ടിയപ്പം
ആ സാറ് സുരേഷ് സാറിന് വേണ്ടി പ്രവർത്തിച്ച്, എന്നിട്ടോ ആ സാർ എന്നും ആ സ്ഥാനത്ത് ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം പാർട്ടിയെ ഒറ്റിക്കൊടുത്തിട്ടും ആ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നെന്നുള്ളതാണ്. അപ്പൊ പിന്നെ എല്ലാവരും വിചാരിക്കത്തില്ലോ നമ്മൾ ആർക്ക് എന്ത് ചെയ്താലും നമുക്കൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ ഇനി പാലക്കാട്, ഞാൻ പറയുന്നത് പാലക്കാടത്തെ മേയറെ ഒന്ന് നോക്കിക്കും. അതിന് BJPയുടെ മേയറാണോ കോൺഗ്രസിന്റെ ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ അറിയത്തില്ല. തവളച്ചാട്ടം അവിടെയും കാണും. കാരണം ഇപ്പുറത്ത് കൊടുത്തതുപോലെ അപ്പുറത്തും കൊടുക്കുമല്ലോ. 10 വർഷം കൊണ്ട് സമ്പാദിക്കുന്നത് 1 വർഷം കൊണ്ട് കിട്ടുവാണെങ്കിൽ അത് ആരായാലും പോകത്തില്ലേ? എനിക്കിപ്പോൾ ആരെങ്കിലും ഒരു വീട് വെച്ച് തരികയാണെങ്കിൽ ഞാൻ അവരോടങ്ങ് നിൽക്കും. സത്യം പറയാലോ, എനിക്കൊരു വീട് വേണം. അതിനാരെന്നെ സഹായിക്കുന്നോ ഞാൻ ആ പാർട്ടിയോട് അങ്ങ് നിൽക്കും. കാരണം നമുക്ക് ഒന്നെങ്കിലും അനുഭവത്തുള്ളത് നമുക്ക് ഉപകരിക്കുന്ന പാർട്ടിയോടല്ലേ നമ്മൾ നിൽക്കേണ്ടുന്നത്. അല്ലാതെ ഞാൻ ഈ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നിനെയും കൊണ്ടൊരു ഉപകാരം ഇല്ലെങ്കിൽ നമ്മൾ നിൽക്കണോ? നാടോടുമ്പം നടുവേ വിടട്ടെ നമുക്കും. അപ്പം നമ്മളെ സഹായിക്കുന്നവരോട് നമ്മൾ നിൽക്കും. എനിക്ക് ആര് സഹായം തരുന്നത്? എനിക്ക് മറിയക്കുട്ടി കണ്ടില്ലേ, അന്ന് കമ്മ്യൂണിസ്റ്റിനെതിരായിട്ട് പറഞ്ഞിട്ട് മറിയക്കുട്ടിക്ക് ഇപ്പോൾ ഒരു വീട് കിട്ടി. ആൾക്കാർ കുറച്ച് ചീത്ത പറയും. ഇപ്പം എന്നെ പറയുന്നില്ലേ, ഞാനിപ്പോൾ ഈ വീട് കിട്ടതിന് എന്നെ ചീത്ത പറയും. ചീത്ത പറയാതെ ഇരിക്കും. ഞാൻ പിന്നെ കാണുന്ന കാര്യം അങ്ങ് പറയും. അത് ഏത് പാർട്ടിയുടെ ആയാലും ഞാനങ്ങ് പറയും കേട്ടോ. അങ്ങനത്തെ സ്വഭാവം എൻ്റെത്. എനിക്കിങ്ങനെ മനസ്സിൽ വെക്കാൻ പറ്റത്തില്ല. ആര് തെറ്റ് കാണിക്കുന്നു അത് ഞാൻ പറയും. അതൊരു വ്യക്തിയോടുള്ള വൈരാഗ്യം കൊണ്ടൊന്നുമല്ല. ആ വ്യക്തി കാണിക്കുന്നത് നാളെ കാണിക്കാതിരിക്കാൻ വേണ്ടിയില്ല. എന്നുവെച്ചാൽ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു പാർട്ടിക്കാരൻ നേരെയാവാൻ പോകുന്നില്ല, അത് വേറെ സത്യം. അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് നന്നായാണ്. ഈ അധികാരം മോഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നവരെല്ലാം അങ്ങ് പുറത്താക്കണം. 10 പേരെ ഉള്ളോ നല്ലതുപോലെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ കൂടെ നിർത്തണം. അപ്പം നമ്മുടെ തൃശ്ശൂരത്തെ സുരേഷ് ഗോപി സാറിൻ്റെ റോളിനെ പറ്റി ഞാൻ പറഞ്ഞതാണ്. സാറിന് പ്രസംഗിക്കാനൊന്നും അത്ര അറിയത്തില്ല, രാഷ്ട്രീയപരമായി പ്രസംഗിക്കാനൊന്നും അത്ര അറിയത്തില്ല. സാറ് മൈക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സാറിൻ്റെ ശരചന്ദ്ര IPS, പിന്നെ കുറച്ച് അമ്പലത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞ് സാറങ്ങ് ആ 2 മണിക്കൂർ കളയും. സാറിന് അല്ലാതെ രാഷ്ട്രീയത്തിലോട്ട് ഒന്ന് പ്രവർത്തിക്കാറില്ല. അതൊക്കെ ഇനി പഠിച്ചു വരണം. ഇപ്പോഴല്ലയോ പിച്ച വെച്ചങ്ങോട്ടായത്. അപ്പോൾ നമുക്ക് ഈ ഉറങ്ങി കിടക്കുന്ന 2 പാർട്ടിക്കാരും തട്ടി ഉണർത്താം. എന്നിട്ട് അവരോട് പറയാം. പിന്നെ പാലക്കാടോട് ഒരു കാര്യം ഞാൻ പറയുക, ഞാനതങ്ങ് വിട്ടുപോയി, അത് പറയാനാ വന്നേ. ആരെങ്കിലും അക്കൗണ്ട് എടുക്കാതിരിക്കുകയാണെങ്കിൽ പോയി അക്കൗണ്ട് എടുത്തോണേ. നിങ്ങൾക്ക് കിട്ടിയ ചാൻസാണ്. ഇപ്പം തൃശ്ശൂർ പോയ ഒരക്കൗണ്ടിലും കാശില്ലാതില്ല, എല്ലാവരുടെയും അക്കൗണ്ടിൽ കാശാണ്. അതുപോലെ പാലക്കാടിലേക്ക് GPay വരും, GPay. അതുകൊണ്ട് നിങ്ങളൊരു അക്കൗണ്ട് എടുത്ത് വെച്ചേക്കുന്നത് നല്ലതാണ്. പറയണ്ട, എനിക്കറിയാം ഇത് കൊടുക്കുമെന്നുള്ള, പാർട്ടിക്കാർ പൈസ കൊടുക്കുമെന്നുള്ള കാര്യം എനിക്കറിയാമേ. എന്നുവെച്ചാൽ ഞങ്ങളുടെ അടുത്ത് ഇതുപോലൊക്കെ എല്ലാ പാർട്ടിക്കാരും പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഈ പെണ്ണുങ്ങളുടെ നേതാക്കന്മാർ പെണ്ണുങ്ങളുടെ കൊടുത്തേ. പെണ്ണുങ്ങളെന്താ ഈ 2000 കൊടുക്കാൻ പറയുന്നിടത്തുനിന്ന് ആൾക്കാർ രാവിലെ നോക്കുമ്പോൾ വരിയായിട്ട് പോകുന്ന കാണാം. ഞാൻ ചോദിച്ചു എവിടെ പോന്ന്? അതേ ഇന്ന പാർട്ടി വോട്ടിടുന്നതിന് ഇത്ര പൈസ കൊടുത്തത്. ഞാൻ വിളിച്ചിട്ട് ചോദിച്ച് എത്ര രൂപ തന്ന്? 300. അപ്പോൾ നേതാക്കന്മാർ 2000 രൂപ കൊടുത്തിട്ടുണ്ട് ഓരോ പാർട്ടിക്ക് ഒരാൾക്ക് കൊടുക്കാൻ. 300 കൊടുത്ത് പാവത്തങ്ങൾക്ക് കൊടുത്തിട്ട് 1700 അവരുടെ കിശയിലാക്കി. അടുത്ത പ്രാവശ്യം വീണ്ടും പോകുന്നവര് ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു? അടുത്ത പാർട്ടി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞേ 3 പാർട്ടിയുടെയൊക്കെ നിങ്ങൾ വിളിച്ചു, ആര് തന്നാലും മേടിച്ചു. വോട്ട് കൊത്തുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം നമ്മൾ കൊത്തു. അതാ സംഭവം.
അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും നല്ലതുപോലെ പ്രവർത്തിച്ചാലേ കേരളം രക്ഷപ്പെടുത്തും. അപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ ജിപേ ട്രിക്ക് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ നേതാക്കന്മാർ നേരിട്ട് കൊണ്ട് കൊടുക്കുമ്പോഴേക്ക് പുറകെ വേറൊരാൾ ന്യൂന്ന് നോക്കാൻ വരുന്നത് ആരൊക്കെ കൊടുക്കുന്നറിയേ. ജിപേ ആകുമ്പോൾ ആരും അറിയുന്നില്ലല്ലോ. കാശ് കൊടുത്താൽ എന്തും നടക്കും. വീട്ടുകളിൽ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ആൾക്കാർ പാർട്ടി നോക്കും. ഇനി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒക്കെ ചെയ്യും പിന്നെ പഴയതുപോലെ വരണമെന്നുണ്ടെങ്കിൽ അതിന് പെൻഷൻ കൊടുക്കാനുള്ളത് കൊടുക്കണം. മാവേലി സ്റ്റോറിൽ അരി കൊണ്ടുവരണം, സാധനങ്ങളെല്ലാം കൊണ്ടുവരണം, സപ്ലൈ പോയൊരു സാധനം എല്ലാം കൊണ്ടുവരണം, റേഷൻ കടയിൽ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവരണം. എല്ലാം പാവപ്പെട്ടവർ കൊടുത്താൽ മാത്രമേ ഇനി നിങ്ങൾക്കും രക്ഷയുള്ളൂ. കോൺഗ്രസിനോടും പറയാം, കോൺഗ്രസ്സുകാർ കണ്ടില്ലേ ഓഫീസിൽ കൊണ്ടുവന്ന് മദ്യം കൊണ്ടുവന്ന് ഒഴിച്ച് കുടിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ വിട്ടാലേ പിന്നെ രക്ഷപ്പെടുത്തുള്ളൂ. അവരവരുടെ പാർട്ടിക്കാർ ഒരു 4 പേര് വിചാരിച്ചെങ്കിൽ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങ് താഴെ തട്ടിയിലോട്ടുള്ള ആൾക്കാർ വരെ വിചാരിക്കണം. ഞാൻ ചോദിക്കുന്നത് നേതാക്കന്മാരുടെ കൈ കാശില്ലയോ? കൗൺസിലർമാരുടെ കൈ കാശില്ലേ? മെമ്പർമാരുടെ കൈ കാശില്ലേ? പക്ഷേ സാധാരണപ്പെട്ട ആൾക്കാരുടെ കയ്യിലെ കാശില്ലാത്തത്. അവരുടെ അക്കൗണ്ടിൽ കാശ് വരണം. അവരുടെ വീട്ടിൽ എല്ലാ സാധനത്തിനും ബുദ്ധിമുട്ടില്ലാതെ വരണം. അവർക്ക് മാസം കിട്ടുന്ന അവരുടെ പെൻഷൻ കിട്ടണം. അവിടാണ് ഈ സുരേഷ് ഗോപി സാർ കളിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന കാശ് കൊടുക്കുന്നു, സാധനങ്ങൾ കൊടുക്കുന്നു, വേണ്ടുന്ന എല്ലാം ചെയ്യുമ്പോൾ അവരവരുടെ കൂടെ നിൽക്കും. പിന്നെ ഒരു പങ്ക് സാറിൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നതാ. ഇപ്പോഴത്തെ വില്ലൻ ജിപേ ആണ്. അതുകൊണ്ട് ജിപേ ഉണ്ടോ നിങ്ങൾ രക്ഷപ്പെട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. കൂടെ ഒരു ലൈക്കും കൊടുത്തേനെ. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷന് ഇനേബിൾ ചെയ്താൽ ഇതുപോലുള്ള വീഡിയോകൾ ചേച്ചി കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആർക്കെങ്കിലും ചീത്ത വിളിക്കണോ വഴക്ക് പറയണമെങ്കിലൊക്കെ വന്നോളൂ കേട്ടോ. ബൈ.